അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അള്ളാഹു എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ. കഴിഞ്ഞ നവംബർ 16-ാം തീയതി മദീനയിൽ വെച്ച് നടന്ന ബസ് അപകടം 46 പേരുടെ മരണത്തിനിടയാക്കിയ ആ ഒരു ബസ് അപകടത്തെക്കുറിച്ചുള്ള വാർത്ത വളരെയേറെ വേദനയോടുകൂടിയാണ് നമ്മളൊക്കെ കേട്ടത്. നമ്മുടെ ഇന്ത്യയിൽ നിന്നും ഹൈദരാബാദിൽ നിന്നും ഉംറയ്ക്ക് വേണ്ടി തിരിച്ച സംഘം സഞ്ചരിച്ചിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെടുകയും അങ്ങനെയാണ് 46 പേര് മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തുകൊണ്ട് അന്ന് അപകടം സംഭവിച്ചു, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എന്നൊക്കെ അന്ന് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തു വന്നിരുന്ന വാർത്തകൾ, ഇവർ സഞ്ചരിച്ചു കൊണ്ടിരിക്കുക, ഇവർ ബസ്സിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക, മദീന ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുക, ആ ബസ്സിന് പുറകിൽ ഒരു ഡീസൽ ടാങ്കർ ലോറി വന്ന് ഇടിച്ചുകൊണ്ടാണ് അപകടമുണ്ടായത്. പെട്ടെന്ന് തന്നെ ആ രണ്ട് വാഹനങ്ങളും തീഗോളമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് ആ ഒരു അപകടം സംഭവിച്ചത് എന്നാണ് അന്ന് മാധ്യമങ്ങളിലേക്ക് നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ എന്താണ് കൃത്യമായ അപകട കാരണമെന്ന് കഴിഞ്ഞ ദിവസമാണ് മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ നമ്മൾ അറിയുന്നത്. ആ ഒരു അപകടത്തിൽ നിന്ന് വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ട 24 വയസ്സുകാരനായ ഷുഐബ് എന്നു പേരുള്ള ചെറുപ്പക്കാരൻ, അദ്ദേഹം അവിടുത്തെ ചികിത്സയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയ സമയത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എങ്ങനെയാണ് അപകടം സംഭവിച്ചത് എന്നുള്ള ആ കൃത്യമായ കാര്യങ്ങളൊക്കെ അദ്ദേഹം വെളിപ്പെടുത്തുന്നത്. ഇവർ കഴിഞ്ഞ നവംബർ 11-ാം തീയതിയാണ് ഹൈദരാബാദിൽ നിന്നും ഉംറ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ ജിദ്ദയിലേക്ക് വിമാനം കയറുന്നത്. ജിദ്ദയിലെത്തി, അവിടെ നിന്ന് മക്കയിലെത്തി, അവിടെ വെച്ച് ഉംറയൊക്കെ നിർവഹിച്ചു. 5 ദിവസത്തോളം അവർ മക്കയിൽ ചെലവഴിച്ചു. വളരെ സന്തോഷത്തിലായിരുന്നു അവരിവിടുന്ന് പുറപ്പെടുമ്പോഴും അതുപോലെ തന്നെ ജിദ്ദയിലെത്തിയിട്ട് മക്കയിലേക്ക് എത്തിയതിനൊക്കെ ശേഷമുള്ള പല ചിത്രങ്ങളും നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് കാണാൻ വേണ്ടി കഴിയും. അങ്ങനെ 5 ദിവസത്തോളം അവർ പരിശുദ്ധമായ ഹറമിൽ അവർ ചെലവഴിക്കുന്നു, ഉംറ നിർവഹിക്കുന്നു. അങ്ങനെ അവർ മദീനയിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി മുത്തുനബിയുടെ പള്ളി ലക്ഷ്യമാക്കി യാത്ര ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അക്കൂട്ടത്തിലെ കുറച്ച് പേര് ആദ്യം 2-3-4 പേര് അവർ കാറിൽ മദീനയിലേക്ക് തിരിക്കുന്നു. മറ്റൊന്ന് 2 പേര് അതുപോലെ തന്നെ 3-4 പേര് അവർ യാത്ര ഇപ്പം തൽക്കാലം ഞങ്ങളില്ല, ഞങ്ങൾ പോയിക്കോളൂ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം എന്ന് പറയുന്നു. അവർ മക്കയിൽ തന്നെ നിൽക്കുന്നു. ബാക്കിയുള്ള 46-7 പേരാണ് അവർ ബസ്സിൽ മദീനയിലേക്ക് തിരിച്ചത്. ആ ബസ്സാണ് മക്ക കഴിഞ്ഞ് മക്ക പിന്നിട്ട് ബദറും പിന്നിട്ട് മദീനത്തെ പള്ളി എത്തുന്നതിൻ്റെ അല്പം മുമ്പ് അപകടത്തിൽപ്പെടുകയും അവരൊക്കെ മരണപ്പെടുകയും അതിൽ നിന്നുള്ള ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അന്ന് ഷുഐബ് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം ഷുഐബ് പറയുന്നത്, അന്ന് ഞങ്ങൾ മദീന ലക്ഷ്യമാക്കി നീങ്ങുകയായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. കാരണം ഉംറയൊക്കെ നിർവഹിച്ച് ഹബീബായ മുത്തുനബിയുടെ റൗള സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി, മുത്തുനബിയുടെ പള്ളി കാണുന്നതിന് വേണ്ടി ഞങ്ങൾ നീങ്ങുകയായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾക്ക് മൂത്രം ഒഴിക്കണമെന്ന് പറയുന്നത്. രാത്രി ഏകദേശം അവിടുത്തെ സമയം 1 മണി പിന്നിട്ടിട്ടുണ്ട്. അത്ര ആ സമയത്താണ് മൂത്രം ഒഴിക്കണമെന്ന് കൂട്ടത്തിൽ ഒരാൾ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കുന്നതിന് വേണ്ടി, അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി വാഹനം പതിയെ സ്ലോവ് ചെയ്ത് ഒരു സൈഡിലേക്ക് നിർത്തുന്നതിന് വേണ്ടി ഒരുങ്ങുന്നതിനിടെയാണ്, വാഹനം പതിയെ സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണത്രേ അമിത വേഗതയിൽ പുറകിൽ വന്നിരുന്ന ഒരു ഡീസൽ ടാങ്കർ ലോറി ഈ ബസ്സിൻ്റെ പുറകിലിടിക്കുന്നത്. ആ ഒരു ഇടിയുടെ ആഘാതത്തിൽ ഡ്രൈവർ ഫ്രണ്ടിലേക്ക് ചില്ലും തകർത്ത് പുറത്തേക്ക് അദ്ദേഹം തെറിച്ചു വീണത്രേ. പിന്നെ വണ്ടി പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ തുടങ്ങിയ, ബസ് കത്തുന്നത് കണ്ടപ്പോഴാണ് പിന്നെ ഷുഐബും പുറത്തേക്ക്, ആ ഡ്രൈവർ പുറത്തേക്ക് തെറിച്ച വഴിയിലൂടെ ഷുഐബും പുറത്തേക്ക് ചാടിയത് എന്നൊക്കെയാണ് ഇപ്പോൾ ഷുഐബ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ നിന്നും മറ്റുമൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. എല്ലാവരും ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടു. ഷുഐബിനെ പെട്ടെന്ന് തന്നെ അവിടുത്തെ ഹോസ്പിറ്റലിലേക്ക് ചികിത്സയ്ക്ക് എത്തിച്ചു. ഉടൻ തന്നെ അവിടെ ഫയർഫോഴ്സും മറ്റുമൊക്കെ എത്തിയിരുന്നെങ്കിലും, പക്ഷേ ഡീസൽ ടാങ്കർ ലോറിയല്ലേ തീ പിടിച്ചത്, അത് വലിയൊരു ദുരന്തമായിരിക്കുമല്ലോ. എല്ലാവരും മരണപ്പെടുകയായിരുന്നു. ആരെയും തിരിച്ചറിയാൻ പറ്റുന്ന രൂപത്തിലായിരുന്നില്ല. പിന്നീട് നമ്മുടെ ഇന്ത്യൻ സർക്കാരും അതുപോലെ തന്നെ സൗദി ഗവൺമെൻറ്റൊക്കെ സഹകരിച്ച് ഈ മരണപ്പെട്ട ഉംറയ്ക്ക് പോയ ആളുകളുടെ കുടുംബങ്ങളെയും മറ്റുമൊക്കെ സൗദിയിലേക്ക് എത്തിച്ച് അവരുടെയൊക്കെ DNA ടെസ്റ്റും മറ്റുമൊക്കെ നടത്തിയതിന് ശേഷമാണ് ഇവരുടെയൊക്കെ ജനാസ തിരിച്ചറിയുന്നതും. അങ്ങനെയാണ് കഴിഞ്ഞ 22-ാം തീയതി ശനിയാഴ്ച ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് പരിശുദ്ധമായ മദീനയിൽ വെച്ച്, മദീനത്തെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഇവരുടെ ജനാസ നിസ്കാരമൊക്കെ നടന്നതിന് ശേഷം അവിടുത്തെ ജന്നത്തുൽ ബഖയിൽ ഇവരുടെയൊക്കെ ജനാസ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ അവിടെ നടക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഇവരുടെ ജനാസ നിസ്കാരം നടക്കുന്നു, ഖബറടക്കൽ ക്രമമൊക്കെ നടക്കുന്നു. അപ്പോഴും ഷുഐബ് ചികിത്സയിലായിരുന്നു. അങ്ങനെ ഷുഐബിൻ്റെ ചികിത്സയൊക്കെ ഏകദേശമൊക്കെ അവിടെ നിന്ന് പൂർത്തിയാക്കി. അതിനുശേഷം ഷുഐബിന് മദീന സന്ദർശിക്കാനുള്ള അവസരവും അവിടെ സൗദി ഗവൺമെൻറ് നൽകി. അങ്ങനെ മദീനയും സന്ദർശിച്ച്
തൻ്റെ ആഗ്രഹങ്ങളൊക്കെ നേടിയതിന് ശേഷമാണ് ഷുഐബ് നാട്ടിലേക്ക് മടങ്ങുന്നത്. പക്ഷേ മടങ്ങുന്ന സമയത്ത് തന്നോടൊപ്പം ഉണ്ടായിരുന്ന തൻ്റെ കുടുംബക്കാരിൽ പലരും, തന്നോടൊപ്പം ഈ ഉംറ ലക്ഷ്യമാക്കി വന്നിരുന്ന പലരും കൂട്ടത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. എല്ലാവരും മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ വിധിയാണ്. അള്ളാഹു അങ്ങനെയായിരിക്കും കണക്കാക്കിയിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ ഷുഐബ് വളരെ അത്ഭുതകരമായ കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ പോയ സംഘത്തിലെ 4 പേര് ആദ്യം കാറിൽ പോകുന്നു, വേറെ ചിലർ അവിടെ തന്നെ നിൽക്കുന്നു, ഇവർ മാത്രം ബസ്സിൽ പോകുന്നു. അള്ളാഹുവിൻ്റെ ഖളാ ആണ്. അവർക്ക് ആ ഒരു പുണ്യഭൂമിയിൽ ഒരു കുടുംബത്തിലെ തന്നെ 18 പേര് ഇന്ന് നമ്മൾ കേട്ടതല്ലേ, വല്യപ്പയും വല്യമ്മയും അവരുടെ മക്കളും അതുപോലെ പേരക്കുട്ടികളൊക്കെ അടങ്ങുന്ന 18 പേര് ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടു. അള്ളാഹുവിൻ്റെ വിളിക്കുത്തരം നൽകി. അവരെല്ലാവരും കുടുംബസമേതം അവർക്കൊക്കെ ഉംറയൊക്കെ നിർവഹിച്ച് വളരെയേറെ സന്തോഷത്തോടുകൂടെ മദീനത്തെ പള്ളി ലക്ഷ്യമാക്കി നീങ്ങുന്നു, റസൂലിനെ കാണാൻ വേണ്ടി പോകുന്നു. അപ്പോഴാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത്. അവരൊക്കെ എന്നിട്ട് ജന്നത്തുൽ ബഖീൽ അവർക്കെല്ലാവർക്കും ഒരുപാട് സ്വഹാബികളുടെ കൂടെ, ഒരുപാട് ഔലിയാക്കളുടെ കൂടെ, ഒരുപാട് മഹാന്മാരുടെ കൂടെ അവർക്കൊക്കെ അവിടെ അന്ത്യവിശ്രമം സാധ്യമാവുന്നു. അള്ളാഹു അങ്ങനെയായിരിക്കും അവർക്ക് കണക്കാക്കിയിട്ടുണ്ടാവുക. ഒരുപാട് പേര് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ അവർക്ക് വേണ്ടി നിസ്കാരം നടക്കുന്നു. ഒരു നിലക്ക് അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഈ ദുനിയാവിൽ നിന്ന് എന്തായാലും ഒരു ദിവസം പോവേണ്ടതാണല്ലോ. അത് വളരെ നല്ല രീതിയിൽ ഉംറയൊക്കെ നിർവഹിച്ച് മദീന ലക്ഷ്യമാക്കി പോകുന്നതിനിടെ എല്ലാം നല്ല നിലക്ക്, ഒരാൾ ഉംറയ്ക്ക് പോകുമെന്ന് പറയുമ്പോൾ തന്നെ നാട്ടിലെല്ലാവരോടും എല്ലാം പൊരുത്തപ്പെടിച്ച് ബാധ്യതകളൊക്കെ തീർത്തിട്ടായിരിക്കുമല്ലോ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ആളുകൾ പോകുന്നുണ്ടാവും. എല്ലാവരെയും പൊരുത്തപ്പെടിച്ച് എല്ലാ ബാധ്യതകളും തീർത്ത് അങ്ങനെ അവർ പുണ്യഭൂമിയിലെത്തി അവിടെ വെച്ച് സന്തോഷത്തോടു കൂടെ ഉംറ നിർവഹിച്ച് അങ്ങനെ ഹബീബായി മുത്തുനബിയുടെ പള്ളി ലക്ഷ്യമാക്കി നീങ്ങുന്നു. ആ നീങ്ങുന്നതിനിടയ്ക്ക് ഒരു അപകടം പറ്റുന്നു. അവരുടെ കാരണം കൊണ്ടല്ലല്ലോ. അപ്പോൾ അവർക്കൊക്കെ ഷഹീദിൻ്റെ പ്രതിഫലം ലഭിക്കുമല്ലോ. തൻ്റേതല്ലാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്ന അപകട മരണങ്ങളാണല്ലോ. അപ്പോൾ അവർക്കൊക്കെ ശുഹദാക്കളുടെ പ്രതിഫലം ലഭിക്കും. മുത്തുനബിയുടെ പള്ളിയുടെ ചാര ജന്നത്തുൽ ബഖീഇൽ അവർക്ക് അന്ത്യവിശ്രമവും. ഒരുപാട് പേര് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകട്ടെ. സംഭവം അവരുടെ കുടുംബക്കാരെ, നാട്ടിൽ അവരെ കാത്തിരിക്കുന്ന കുടുംബക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനയുള്ളൊരു കാര്യമാണ്. ആരായാലും അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു പോകുമെന്ന് പറയുമ്പോൾ വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. എങ്കിലും മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം, അവരെ സംബന്ധിച്ചിടത്തോളം ആശ്വസിക്കാൻ വലിയ വകുപ്പുണ്ട്. കാരണം അവർക്ക് ഈ ഒരു വിയോഗം സംഭവിച്ചത് പുണ്യഭൂമിയിൽ വെച്ചുകൊണ്ടാണ്, പുണ്യകർമ്മത്തിനിടെയാണ്, നല്ലൊരു ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്രക്കിടെയാണ്. അങ്ങനെ അവർക്ക് അന്ത്യവിശ്രമം കിട്ടിയത് പരിശുദ്ധ ജന്നത്തുൽ ബഖീഇലാണ്. അവരുടെ ജനാസ നിസ്കാരം നടന്നത് മസ്ജിദുൻ നബവിയിലാണ്. ഒരുപാട് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ജനാസ നിസ്കാരം. ഒരുപാട് പേര് അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. വിദൂരമല്ലാത്ത ഭാവിയിൽ ഹജ്ജും ഉംറയൊക്കെ നിർവഹിക്കാൻ അള്ളാഹു നമുക്കും ഭാഗ്യം നൽകട്ടെ. അസ്സലാമു അലൈക്കും.